പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക് പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലെ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ തസ്തികൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യ റാങ്ക് നേടാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അതേപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാനുമാണ്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് അപ്ലൈ ചെയ്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റഗറി നമ്പർ 363/2025 364/2025 രണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ യോഗ്യത ബികോം ബിരുദമാണ്. 18 തൊട്ട് 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ പറ്റും. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 15 ആണ്. ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പ്രിപ്പറേഷൻ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിനെ കൂട്ടാം. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് സിലബസ് ആണ്. അപ്പൊ നമുക്ക് തൊട്ട് മുമ്പ് നടന്ന KFC അസിസ്റ്റന്റിനെയൊക്കെ സിലബസ് ഉണ്ട്. ആ സിലബസ് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ സിലബസ്. അപ്പൊ സിലബസ് എടുക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കണം. ഈ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സിലബസിനെ എടുത്ത് അനലൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം. നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും, നമുക്ക് ഏതൊക്കെ സബ്ജക്ട് അറിയാം, നമുക്ക് ഏതൊക്കെ സബ്ജക്ട് അറിയത്തില്ല. അതേപോലെ തന്നെ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, ഒരു ലോങ് ടേം ജേർണിയാണ്. ഈ ലോങ് ടേം ജേർണിയിൽ എനിക്ക് പ്രിപ്പറേഷന്റെ സമയത്ത് അപ്പ് ആൻഡ് ഡൗൺസ് വരും, അല്ലെ? അപ്സ് ആൻഡ് ഡൗൺസ് വരും. അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഞാൻ ഏബിൾ ആണോ, അല്ലെങ്കിൽ അതിനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം, അല്ലെ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം, ഇത് നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അതോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായം വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുന്ന സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമുക്ക് സ്വന്തമായിട്ട് പറ്റുമോ ഇല്ലയോ. നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് കൂടെ നടത്തണം. എന്ത് വെച്ചിട്ടാണ്? സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും. ഓക്കെ, അപ്പൊ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും മനസ്സിലാക്കിക്കോണം, പരീക്ഷ വിളിച്ച് പിന്നെ പരീക്ഷ നടക്കണം, പിന്നെ അതിന്റെ റിസൾട്ട് വരണം, അല്ലെ? റാങ്ക് ലിസ്റ്റ് വരണം, അഡ്വൈസ് വരണം. അതിനിടയ്ക്ക് കുറെ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സർവൈവ് ചെയ്യാൻ പറ്റണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സെൽഫ് അസസ്മെന്റ് നടത്തിയിട്ട് നമ്മൾ ഉടനടി എടുക്കേണ്ട തീരുമാനമാണ് എന്തോന്ന്? നമുക്ക് സ്വന്തമായിട്ട് പറ്റുമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറെടുക്കാൻ തീരുമാനിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഏറ്റവും ബെറ്റർ ആയിട്ട്, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന കാര്യമാണ്, നമ്മുടെ സിലബസ്, നമുക്ക് സിലബസ് സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളിന് മാത്രമേ ഈ സിലബസിൽ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുള്ളൂ. അപ്പോ ആ ധാരണ ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ഷോർട്ടായിട്ടുള്ള സിലബസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ ഷോർട്ടായിട്ടുള്ള സിലബസിനെ ഡെവലപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ഇപ്പോൾ ഉള്ള ബികോം ബിരുദം വെച്ചിട്ട് വിളിച്ചേക്കുന്ന എക്സാം ആണ്. എന്തായാലും 65,000-ന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ മുന്നിൽ എത്തണമെങ്കിൽ നമുക്ക് കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റും ഉണ്ടായിരിക്കണം. അതായത് ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ കോമ്പറ്റീറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മൾ ജോലി നേടാനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ജോലി നേടിയ ഞാൻ അടങ്ങുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം നമുക്കുണ്ടാവണം. അപ്പൊ നമ്മൾ സിലബസ് ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തെന്ന്? നമ്മുടെ മൈൻഡ് സെറ്റിനെയും ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഡ്രീം ചെയ്യണം, ഞാൻ ഈ ജോലി നേടും. അപ്പൊ ആ ജോലി നേടാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തി എടുക്കണം, മനസ്സിൽ തയ്യാറാവണം. ഓക്കെ, അപ്പൊ ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം എത്തി എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം തയ്യാറെടുപ്പിക്കുക, നമ്മുടെ മനസ്സിനുകൊണ്ട് തയ്യാറാകുക, ഞാൻ ഈ ജോലി നേടാൻ തയ്യാറാകുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? സിലബസ് നമ്മൾ എന്ത് ചെയ്തു? സിലബസ് എടുത്ത് ഡെവലപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. ക്ലിയർ ആണേ? ഓക്കെ, ദെൻ അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ കളക്ട് ചെയ്യണം. ഇനി ഒരു കോച്ചിങ് സീക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് പാടുപെടേണ്ട കാര്യമില്ല. അയാൾക്ക് എന്ത് ചെയ്യും? കോച്ചിങ് സെന്ററിനെ നോട്ടിനെ റിലേ ചെയ്യാം. അപ്പൊ കോച്ചിങ് സെന്റർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് സെലക്ട് ചെയ്യണം. ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്ന മെന്റർ ഉണ്ടായിരിക്കണം. ഏറ്റവും മികച്ച, ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അധ്യാപകരുണ്ടായിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം.
അപ്പൊ അങ്ങനെയുള്ള കോച്ചിങ് സെന്റർ നിങ്ങൾ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അവര് പഠിപ്പിക്കുന്ന നോട്ട് മാത്രം നോക്കിയാൽ മതി, വേറെ ബുക്സ് ഒന്നും നോക്കേണ്ട കാര്യം വരത്തില്ല. അപ്പൊ നിങ്ങൾ ഏത് കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്താലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരിനി പുറത്തുള്ള മെറ്റീരിയൽ ഒക്കെ പഠിക്കാൻ പറയുമെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് സെലക്ട് ചെയ്യരുത്. അവര് തരുന്ന മെറ്റീരിയലിനെ മാത്രം പഠിച്ച്, അവര് തരുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള കോച്ചിങ് സെന്ററിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പൊ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ നോട്ടിനെ മാത്രം റിലേ ചെയ്യുക, വേറെ സോഴ്സ് ഒന്നും നിങ്ങൾ നോക്കരുത്. ഓക്കെ, അങ്ങനെയുള്ള സെന്റർ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിനെ സെലക്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കാം, പരീക്ഷ ക്രാക്ക് ചെയ്ത ഉദ്യോഗാർത്ഥികളോടൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ അടുത്ത കാര്യം, ഐഡന്റിഫൈ ദ ക്വസ്റ്റ്യൻ ദാറ്റ് മാച്ചസ് ആസ് പെർ ദ പ്രസന്റ് സിലബസ്. നമുക്കറിയാം, നമുക്ക് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഈ സിലബസ് പ്രകാരം 2 പരീക്ഷയൊക്കെ നടന്നു കാണത്തുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ കിട്ടത്തില്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്കില്ല് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മുടെ സിലബസിലെ ഓരോ സബ്ജക്റ്റുമായിട്ട് മാച്ച് ആകുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ബികോം ബിരുദം യോഗ്യതയായിട്ടുള്ള പരീക്ഷകൾ വേറെ ഉണ്ടാവും. ചിലപ്പോൾ സിലബസ് ഇത്രയും ഇതുപോലെ ഫുൾ ആയിട്ട് മാച്ച് ആവണമെന്നില്ല, പക്ഷെ ഓൾമോസ്റ്റ് സബ്ജക്റ്റുകളൊക്കെ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഓരോ സബ്ജക്ട് വെച്ച് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കണം. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഇതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ അങ്ങനെയുള്ള സബ്ജക്റ്റ് ഉള്ള പല പരീക്ഷകളുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ പോലുള്ള പരീക്ഷയുണ്ട്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഒക്കെ പോലെ. അതേപോലെ ബികോം ബിരുദം അല്ലെങ്കിൽ MBA ഒക്കെ വെച്ച് ഉള്ള ഇതുമായിട്ടുള്ള സബ്ജക്റ്റുമായിട്ടുള്ള മാച്ചായിട്ടുള്ള പരീക്ഷകളൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് PSC ഉണ്ട്, അതേപോലെ തന്നെ അതർ സ്റ്റേറ്റ് PSC ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഉണ്ട്. ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് സബ്ജക്ട് വൈസ് നമ്മൾ സോർട്ട് ചെയ്തെടുക്കണം. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഇതെല്ലാം സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ്, നല്ലൊരു കോച്ചിങ് സെന്റർ ആണെങ്കിൽ അവര് നിങ്ങളുടെ മാതൃകാ പരീക്ഷകളിൽ ഇതെല്ലാം ഉൾപ്പെടുത്തും, ഇതൊക്കെ നിങ്ങളെ ചെയ്യിപ്പിക്കും. അപ്പോൾ കോച്ചിങ് എടുക്കുന്നവര് അതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളിനി അടുത്തത് ചെയ്യേണ്ട കാര്യം, ഇത്രയും നേരം നമ്മൾ എന്താണ്, ഇതിപ്പോഴും നമ്മൾ പ്ലാനിങ് സ്റ്റേജ് ആണ് അല്ലെ? അടുത്തത് ചെയ്യേണ്ട പ്ലാനിങ് സ്റ്റേജിന്റെ അവസാനം എന്താണ്? നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇത്രയും നമ്മുടെ പ്ലാനിങ് ഫേസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. അപ്പൊ ഈ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞുതരാം. സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോ ഒരു 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പൊ ഞാനിപ്പോ തരുന്ന സ്റ്റഡി പ്ലാൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നമ്മുടെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനുവരി ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്ത് ഫുൾ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതി ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ എഴുതി നമ്മൾ അങ്ങനെ തീർത്തു വെക്കണം. തീർത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ഫൈനൽ സിലബസ് ഒക്കെ വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാം. പിന്നെ ഇനി ഒരു മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ 2 or 3 തവണ റിവിഷൻ ചെയ്യാം. പിന്നെ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയമുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, അതായത് ഈ ജനുവരി 31 കൊണ്ട് അല്ലെങ്കിൽ ജനുവരി പകുതി കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ജനുവരി പകുതിയോ അല്ലെങ്കിൽ ജനുവരി അവസാനം കൊണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ക്ലിയർ ആണോ? അപ്പൊ അത് പ്രിപ്പയർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പഠനം തുടങ്ങേണ്ടത്. അപ്പോ നമ്മുടെ കയ്യിൽ 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വരെ ഉണ്ട്. അപ്പൊ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കയ്യിൽ ഇപ്പം സിലബസ് ഉണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മുടെ ഈ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് അല്ലെ? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അതേപോലെ തന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് സെഗ്രിഗേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ട്. അപ്പൊ നമ്മൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ പഠിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ആഴത്തിൽ തന്നെ പഠിക്കണം, സ്മാർട്ടായിട്ട് പഠിക്കണം. നമുക്ക് PSCയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലാ, പല പരീക്ഷകളും എഴുതി ക്ലിയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, PSCയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വിഡ്ത്തും വേണം ഡെപ്തും വേണം. ഡെപ്ത് മാത്രം പോരാ, വിഡ്ത്തും വേണം ഡെപ്തും വേണം. അതായത് എല്ലാ മേഖലകളും നമ്മൾ പഠിക്കണം, അതോടൊപ്പം തന്നെ നമ്മൾ ആഴത്തിലും പഠിക്കണം. അപ്പൊ അങ്ങനെ പഠിക്കാവുള്ളൂ. അപ്പൊ നിങ്ങൾ പഠനത്തിൽ ഗ്യാപ്പ് വന്നവരാകാം,
സബ്ജക്റ്റുമായിട്ട് വലിയ ടച്ച് ഇല്ലാത്തവരാകാം. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റത്തില്ല, അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ആദ്യ റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ആദ്യ ദിവസങ്ങളിൽ നമുക്ക് പഠനം മടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ ദിവസം നമുക്ക് ഓരോ മണിക്കൂർ വെച്ച് പഠിക്കുക, ഓരോ ദിവസം ഓരോ മണിക്കൂർ വെച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഒരു 10-14 ദിവസം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തായി? അത് പതിയെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? പഠനത്തിന്റെ ടൈം കൂട്ടി എടുക്കുക. ഇങ്ങനെയാണ് ഗ്യാപ്പ് വന്നവർ ചെയ്യേണ്ടത്. അല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ തയ്യാറെടുത്തവര് KFC പരീക്ഷയൊക്കെ എഴുതിയവരാണെങ്കിൽ, KFC അസിസ്റ്റന്റ് പരീക്ഷയൊക്കെ എഴുതിയവരാണെങ്കിൽ അവരെന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം പഠിക്കുക. അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ ഡെപ്തിലും വിഡ്ത്തിലും പഠിക്കണം, മുക്കും മൂലയും പഠിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് പഠിച്ചാൽ, അല്ലെ, അതായത് പഠനത്തിൽ ഗ്യാപ്പ് ഉള്ളവർ എന്ത് ചെയ്യണം? ഇങ്ങനെ പതിയെ പ്രിപ്പറേഷന്റെ ടൈം കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പിന്നെ ഇപ്പൊ ആദ്യമൊക്കെ 1 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് 3-4 മണിക്കൂറായിട്ട് മാറ്റണം. ഓക്കെ, ദെൻ നമ്മൾ പഠിച്ച് അത്യാവശ്യം ഒരു നിലയിൽ എത്തിയിട്ടേ നമ്മൾ സ്മാർട്ട് നോട്ട് ഉണ്ടാക്കാവുള്ളൂ. പലരും പറയും പഠിക്കുമ്പോൾ ഉടനെ സ്മാർട്ട് നോട്ട് ഉണ്ടാക്കണമെന്ന്. നമ്മുടെ ഇതിൽ ഞാൻ സ്മാർട്ട് നോട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? നമ്മുടെ പരീക്ഷയുടെ 2-3 ദിവസം മുമ്പ് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ള നോട്ടിനെയാണ് ഞാൻ സ്മാർട്ട് നോട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു സ്റ്റേജിൽ പഠിച്ചിട്ട് റിവിഷൻ തുടങ്ങത്തില്ലേ? അപ്പൊ റിവിഷൻ തുടങ്ങും, ടോപ്പിക് വൈസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കാത്തത് എന്താണ്, നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള കാര്യം മാത്രം ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ബുക്ക് മതി. നിങ്ങളുടെ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്യാനായിട്ടുള്ളതാണ്. ഒരു ചെറിയ ബുക്ക് മതി. അതിനകത്ത് നമുക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണ്ട. നമ്മൾ മറന്നു പോകുന്നതും പിന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത് പഠിത്തത്തിന് ഒരു സ്റ്റേജ് കഴിഞ്ഞ് മതി. ഓക്കെ, അപ്പൊ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യണം, പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? വൈഡായിട്ടും പഠിക്കണം. അത് ഓരോന്നും പഠിച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ഒന്നുകൂടെ നോക്കിയിട്ട് ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സ്മാർട്ട് നോട്ട് എഴുതി തുടങ്ങണം. അപ്പൊ സ്മാർട്ട് നോട്ട് നിങ്ങൾ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ ആ സ്മാർട്ട് നോട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് മുമ്പേ നമുക്ക് അതിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും ചെറുതായിരിക്കണം നമ്മുടെ സ്മാർട്ട് നോട്ട്. എത്രത്തോളം നമ്മുടെ സ്മാർട്ട് നോട്ട് ചെറുതാണോ അത്രത്തോളം നമുക്ക് ഏറ്റവും അവസാനം റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഞാൻ പറയുന്ന കോമ്പറ്റീഷൻ ട്രയാങ്കിൾ ആണ്. കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, അതേപോലെ തന്നെ ക്വാളിറ്റി മോഡൽ ടെസ്റ്റ് പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? സിലബസ് കവർ ചെയ്യാനായിട്ടുള്ള, ഡെപ്ത് ആയിട്ട് കവർ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം. പീരിയോഡിക്കലായിട്ട് റിവിഷൻ ചെയ്യാനായിട്ടുള്ള സ്ലോട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് നമ്മൾ അത്രയും ടോപ്പിക് വൈസ് പരീക്ഷയും കൂടെ എഴുതി നോക്കാനായിട്ടുള്ള സ്ലോട്ട് ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ പീരിയോഡിക്കലി നമ്മൾ റിവൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ടോപ്പിക് വൈസ് പരീക്ഷ എഴുതണം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, എല്ലാം തീർന്നു കഴിയുമ്പോൾ, ഓരോന്നും ഇങ്ങനെ പഠിച്ച് തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ സിലബസ് പ്രകാരമുള്ള ഒരു 20 മാതൃകാ പരീക്ഷകൾ എങ്കിലും, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ, അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് വാങ്ങിക്കുക. അല്ലാതെ നിങ്ങൾ കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിനകത്തെല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 20 ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മാതൃകാ പരീക്ഷകൾ എഴുതണം. ടോപ്പിക് വൈസ് പരീക്ഷ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? ടോപ്പിക് വൈസ് പരീക്ഷ എഴുതി. അതിനുശേഷം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 20 മാതൃകാ പരീക്ഷകൾ എഴുതി. ഈ 20 മാതൃകാ പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലെ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ വീക്ക് ആയിട്ടുള്ളത്, ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്.
അപ്പൊ ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരാൾക്ക് പെട്ടെന്ന് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ ഇവിടെ ഈ മാതൃകാ പരീക്ഷ എഴുതുന്നതുകൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ടൈം മാനേജ്മെന്റ് ബെറ്റർ ആയിട്ട് നമ്മുടെ എക്സാം ഹാളിൽ പോയി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിപ്പറേഷനിലുള്ള ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡന്റിഫൈ ചെയ്ത ആ ഗ്യാപ്പിനെ റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. അപ്പൊ പ്രിപ്പറേഷൻ ഗ്യാപ്പിനെ റെക്ടിഫൈ ചെയ്യുക. അപ്പൊ അങ്ങനെ എവിടേക്കാണ് നമുക്ക് ഗ്യാപ്പ് വന്നതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്മാർട്ട് നോട്ടിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് എവിടേക്കാണ് നമ്മൾ പാളിയെന്നുള്ള കാര്യങ്ങളൊക്കെ സ്മാർട്ട് നോട്ടിൽ ആവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, മൈൻഡ് മാപ്പ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫൈനൽ ലാപ്പ് റിവിഷൻ കൂടെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക. എപ്പോഴാണ്, നമ്മുടെ പരീക്ഷയുടെ ടൈം ടേബിള് വരുന്ന ദിവസത്തിന് മുമ്പ് വരെ. ഓക്കെ ആണോ? അപ്പൊ പരീക്ഷയുടെ ടൈം ടേബിൾ വരുന്ന ദിവസത്തിന് മുമ്പ് വരെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ടൈം ടേബിൾ വന്നു, അതിൻ്റെ കൂടെ സിലബസ് വന്നു. സിലബസിൽ എന്തായാലും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരത്തില്ല അല്ലെ? എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാം. ചെറിയ മാറ്റങ്ങളെ വരത്തുള്ളൂ. അതൊരു 10 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. ഇനി മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ തൊട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് പഠനമായിരിക്കണം. ഇതിന്റെ അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കണം. ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പുതിയത് ചെയ്തു നോക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാക്സിമം കിട്ടാവുന്നത് നമ്മൾ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത റിവിഷൻ, അടുത്ത സ്റ്റേജ് റിവിഷൻ, അടുത്ത സ്റ്റേജ് ടെസ്റ്റ് സീരീസ്, ഇതൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണ്, ഇതെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവർ ഇതെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലായിരിക്കും. കാര്യം അവർക്ക് സബ്ജക്ട് പഠിക്കാനായിട്ട് ഒരുപാട് മെനക്കെടണ്ട. ആരെങ്കിലും പഠിപ്പിച്ച് അല്ലെ, ഫാക്കൽറ്റികൾ പഠിപ്പിച്ചു കൊടുക്കും, നോട്ട്സ് കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഒന്നും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത്, സ്ട്രാറ്റജിയാണ് പറയുന്നത്, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് ആണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റും, നിങ്ങളുടെ ജോലി നേടാൻ പറ്റും. അപ്പൊ ഇനി ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു മാക്രോ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 120 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് ഈ പറയുന്ന മോഡൽ പരീക്ഷ സഹിതം തീർക്കുക. പിന്നെ അടുത്ത റിവിഷൻ ആണ്. നമ്മൾ ഇത് കഴിയുമ്പോൾ നമ്മൾ റിവിഷൻ, റിവിഷൻ, അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾ നടത്തി പോവുക. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ അതേപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കുന്നവർക്കായാലും കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കും. നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ എത്താൻ പറ്റും. ഇത് ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് പരീക്ഷകൾ എഴുതി അത് ജോലി കിട്ടിയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിച്ച പല ടെക്നിക്സുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് സിലബസിന്റെ കാര്യം അറിയാം. 10 മൊഡ്യൂളാണ് സിലബസിൽ. അത് നമ്മൾ ഓൾറെഡി ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. 10 മൊഡ്യൂളാണ്, ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. പക്ഷെ പല സിലബസിലും ചില സിലബസിൽ എന്താണ് കൂടുതൽ പഠിക്കാൻ കാണും, ചിലത് കുറച്ചേ ഉള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തേക്കുക. മാക്രോ ആയിട്ടുള്ള പ്ലാൻ ആണ്, ഓവറോൾ ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ മൈക്രോ സ്റ്റഡി പ്ലാൻ ആക്കാം. ഇനി കോച്ചിങ് ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് മൈക്രോ സ്റ്റഡി പ്ലാൻ ഓൾറെഡി നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളത് എന്താണോ നമ്മളത് ചെയ്യുന്നത് അതങ്ങ് നിങ്ങൾ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് ഇത്തിരി വലിയ മൊഡ്യൂളാണ്, അതെല്ലാവർക്കും അറിയാം. അപ്പൊ അക്കൗണ്ടിങ്ങിന് നമ്മൾ പഠിക്കാൻ 10 ദിവസം, 2 ദിവസം റിവിഷനും പ്രാക്ടീസിനും. അതായത് 10 ദിവസം കൊണ്ട് നമ്മൾ അക്കൗണ്ടിങ് പഠിക്കണം. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, 2 ദിവസം എന്ത് ചെയ്യണം, നമ്മൾ റിവിഷൻ ചെയ്യാനും അതിന്റെ ടോപ്പിക് വൈസ് പരീക്ഷ എഴുതാനും ഉപയോഗിക്കുക. ഓക്കെ. അപ്പൊ അക്കൗണ്ടിങ് മൊത്തത്തിൽ നമ്മൾ 12 ദിവസം എടുത്ത് നമ്മൾ തീർക്കണം. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട് മിക്സ് ചെയ്തൊക്കെ പഠിക്കാം. നമ്മൾ മിക്സ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് ടോട്ടൽ എടുക്കുന്ന ദിവസമാണ്. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ പഠിക്കുമ്പം ഒരു 3 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്യുന്നവരോട് ഞാൻ പറയുന്ന ഒരു 3 മണിക്കൂർ പഠിക്കാനാണ്. പക്ഷെ 3 മണിക്കൂർ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കുക. 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടൻസി തീർക്കുക. 2 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യുക. അങ്ങനെ 12 ദിവസം കൊണ്ട് അക്കൗണ്ടൻസി തീർക്കണം. ഓക്കെ. ഇനി സ്വന്തമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പം 3 മണിക്കൂർ ഒരു ദിവസം പഠിച്ചാൽ തീരത്തില്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ദെൻ അടുത്ത ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് ഞാൻ പറയുന്നത് 8 ദിവസം കൊണ്ട് പഠിക്കുക, 2 ദിവസം കൊണ്ട് റിവിഷൻ ചെയ്യുക. അങ്ങനെ 10 ദിവസം കൊണ്ട്, ടോട്ടൽ 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. 8 ദിവസം പഠിക്കുക, 2 ദിവസം റിവിഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലെ, അത്രയും കാര്യമേ ഉള്ളൂ. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഇതുപോലെ തന്നെ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു, 8 ദിവസം പഠിക്കുക, 2 ദിവസം
നമ്മൾ റിവിഷൻ ചെയ്യാൻ 10 ദിവസം കൊണ്ട് തീർത്തു. ഇനി മാനേജ്മെന്റ് വളരെ ചെറിയൊരു സബ്ജക്റ്റ് ആണ്. ഇനി മാനേജ്മെന്റിന്റെ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കുറച്ചേ തോന്നത്തുള്ളൂ, പക്ഷെ അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. മാനേജ്മെന്റിന് 7 ദിവസവും പഠിക്കാനും 2 ദിവസം റിവിഷൻ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും, അങ്ങനെ 9 ദിവസം കൊണ്ട് നമ്മൾ തീരും. ദെൻ മാനേജീരിയൽ എക്കണോമിക്സ്, അതിന് 8 ദിവസം പഠിക്കാൻ എടുക്കുക, 2 ദിവസം എന്ത് ചെയ്യുക, റിവിഷനും ടോപ്പിക് ടെസ്റ്റിനും നമ്മൾ ഉപയോഗിക്കുക, അങ്ങനെ 10 ദിവസം കൊണ്ട് തീർക്കുക. ദെൻ കമ്പനിയിലോ 10 ദിവസം പഠിക്കുക, അത് ഇത്രയും കൂടെ പഠിക്കാനുണ്ട് അല്ലെ, അതുകൊണ്ട് 10 ദിവസം പഠിക്കുക, 2 ദിവസം പ്രാക്ടീസും നമ്മുടെ റിവിഷനും. അപ്പൊ അങ്ങനെ 12 ദിവസം കൊണ്ട് അതും തീർന്നു. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് 8 ദിവസം കൊണ്ട് പഠിക്കുക, 2 ദിവസം നമ്മൾ റിവിഷൻ ചെയ്യുക, അങ്ങനെ 10 ദിവസം കൊണ്ട് നമ്മൾ തീർക്കും. ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് 9 ദിവസം കൊണ്ട് പഠിക്കുക, 3 ദിവസം നമ്മൾ റിവിഷൻ ചെയ്ത് പരീക്ഷ എഴുതുക, 12 ദിവസം കൊണ്ട് അങ്ങനെ തീരും. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഒരു ചെറിയ ടോപ്പിക്കാണ്, അത് കാരണം 7 ദിവസം കൊണ്ട് പഠിക്കുക, 2 ദിവസം കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ചെറുതാണ് എളുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തുനിന്ന് ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ പല രീതിയിൽ കറങ്ങി തിരിഞ്ഞൊക്കെ ചോദിക്കാം, അതുകൊണ്ട് അത് ആഴത്തിൽ പഠിക്കണം. അപ്പൊ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കാര്യം ക്ലിയർ ആയി. ദെൻ ഓഡിറ്റിംഗ് 8 ദിവസം കൊണ്ട് പഠിക്കുക, 2 ദിവസം റിവിഷനും പ്രാക്ടീസിനും യൂസ് ചെയ്യുക. ഇങ്ങനെ മൊത്തത്തിൽ ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ പരിപാടി 20 മാതൃകാ പരീക്ഷകളെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. ഒരു ദിവസം 2 പരീക്ഷ വെച്ച് അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഒരു 6 ദിവസം ബാക്കിയുണ്ട്, 114 ദിവസമായി, 6 ദിവസം ബാക്കിയുണ്ട്. ഈ 6 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മുടെ കുട്ടികളുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്യുന്നു, അവർക്ക് ഫൈനൽ ലാപ്പ് റിവിഷൻ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ സിലബസ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ 120 ദിവസം ഈ കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്ന എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല അല്ലെ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ജോലി ഉറപ്പാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. സ്റ്റഡി പ്ലാൻ, മാക്രോ സ്റ്റഡി പ്ലാൻ ആണ് തന്നിട്ടുള്ളത്. കോച്ചിങ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മൈക്രോ ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും നമ്മുടെ സ്ട്രാറ്റജിയും. ഇതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതും റിവിഷനും എല്ലാം ഉണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്താൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എങ്ങും കിട്ടാത്ത രീതിയിൽ ഏറ്റവും മികച്ച കോച്ചിങ് ആയിരിക്കും, ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മുടെ ക്ലാസ് ഡെലിവറി ചെയ്യുന്നത്. കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ്. ഞാൻ 30ഓളം കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ സ്റ്റേറ്റ് ലെവലിലെയും സെൻട്രൽ ഗവൺമെന്റ് ലെവലിലെയും ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. അധ്യാപകരുടെ കാര്യം പറഞ്ഞു, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് ആണ്. അപ്പൊ നമ്മൾ ലൈവ് ക്ലാസ് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് നടത്തുന്നത്. കാര്യം ജോലി ചെയ്യുന്ന ആൾക്കാർക്കും കൂടെ ആ സമയം കയറി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലൈവും നമുക്ക് റെക്കോർഡഡ് ആയിട്ട് കിട്ടും, വിത്ത് നോട്ട്സ് ആണ് കിട്ടുന്നത്. നിങ്ങൾ വേറൊരു നോട്ട്സും വേറൊരു ബുക്കോ ഒരു റാങ്ക് ഫയലോ ഒരു ക്വസ്റ്റ്യൻ ബാങ്കോ ഒന്നും വാങ്ങിക്കണ്ട. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റീരിയൽ മാത്രം ഫോളോ ചെയ്യുക. PDF നോട്ട്സ് ഉണ്ടാവും, ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും, PDF ഫോർമാറ്റിലായിരിക്കും. അപ്പൊ ഫുൾ ക്ലാസ് കിട്ടി, നിങ്ങൾക്ക് ഫുൾ നോട്ട്സ് കിട്ടി, സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ഈ പറഞ്ഞ സ്റ്റഡി പ്ലാനിൽ നമ്മുടെ കോഴ്സ് പോകും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിക്കുക മാത്രം ചെയ്താൽ മതി. ഡെയിലി മാക്സിമം, അതായത് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട സമയം കൂടെ ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. 3 മണിക്കൂർ പഠിച്ചാൽ മതി, സ്മാർട്ടായിട്ട് പഠിക്കാം. അതിനുള്ള ടെക്നിക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു തരും, ഞാനും നമ്മുടെ സാർമാരും എല്ലാം പറഞ്ഞു തരും അത്. അപ്പൊ അതായി നമുക്ക് ക്ലാസ് കിട്ടി, നമുക്ക് സ്റ്റഡി പ്ലാൻ കിട്ടി, നമുക്ക് നോട്ട്സ് കിട്ടി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പീരിയോഡിക്കലായിട്ട് നിങ്ങൾക്ക് റിവിഷനും മാതൃകാ പരീക്ഷകളൊക്കെ ഉണ്ടാകും, ടോപ്പിക് ടെസ്റ്റ് ഉണ്ടാകും. എല്ലാം തീർന്നതിന് ശേഷം നമുക്ക് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ ഉണ്ടാവും. ഈ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതാവുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. അതായത് ഫുൾ സിലബസിലെ പരീക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എല്ലാം പഠിച്ചതിന് ശേഷമേ നമ്മൾ എഴുതാവുള്ളൂ. വെറുതെ നിങ്ങൾ എടുത്തു വെച്ച് പരീക്ഷ എഴുതരുത്. നമ്മൾ പരീക്ഷ എഴുതുന്നത് നമ്മളെ പറ്റിക്കാനല്ല, നമുക്ക് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എല്ലാം പഠിച്ച് നിങ്ങൾക്ക് ഇനി അധികം ഒന്നും പഠിക്കാനില്ല, എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ ആ മാതൃകാ പരീക്ഷകൾ എഴുതാവുള്ളൂ. അത്രയും നമ്മൾ എഫോർട്ട് ഇട്ടിട്ടാണ് ആ മാതൃകാ പരീക്ഷകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ മാതൃകാ പരീക്ഷകൾ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നത്. അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ മെന്റേഴ്സ് ഒക്കെ പറഞ്ഞു തരും നിങ്ങൾക്ക്, അതും കൂടെ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല.
നിങ്ങൾക്ക് ഉറപ്പാണ് ഈ ജോലി. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് പഠിക്കുക, നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക, നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ നമ്മൾ ഗൈഡൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ ഗൈഡൻസ് മെന്റർഷിപ്പും എല്ലാം ഈ കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേറെ എങ്ങും ലഭിക്കാത്ത രീതിയിലുള്ള നല്ല ക്ലാസ്സുകൾ, മികച്ച മെറ്റീരിയൽ, നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകൾ, ടിപ്സുകൾ എല്ലാം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ മറ്റെങ്ങും കിട്ടാത്ത കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. കാര്യം ഞാനിവിടെ പേഴ്സണലായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇനി പഠിക്കാതെ പോയി എഴുതിയാലും കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് അച്ചീവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് എല്ലാം നമ്മുടെ ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ, നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കൂ. ദെൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഈ പറയുന്ന സ്റ്റഡി പ്ലാനും നിങ്ങളുടെ സ്ട്രാറ്റജിയൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.